I think I'm so tired because more take നമ്മളിപ്പോൾ പോയിട്ടുണ്ട്. ബട്ട് ഐ വിൽ ട്രൈ മൈ ബെസ്റ്റ്. ഹാർഡ് വർക്ക് ചെയ്യുമ്പോഴാണല്ലോ നമുക്ക് അതിനുള്ള ആൻസർ കിട്ടുക. സോ ലെറ്റ്സ് സ്റ്റാർട്ട്. ഹായ് ഗേഴ്സ്, ഇറ്റ്സ് മീ ഹിബ ഇബ്രാഹിം. വെൽക്കം ബാക്ക് ടു അനദർ വ്ളോഗ്. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് വളരെ ചെറിയൊരു Q&A ആണ് കേട്ടോ, അല്ലെങ്കിൽ സെൽഫ് ഇൻട്രൊഡ്യൂസ് ചെയ്യാന്ന് വേണമെങ്കിൽ ഇതിന് പറയാം. കാരണം ഫ്യൂ ഡേ ബാക്ക് ഞാനൊരു ഇൻസ്റ്റാഗ്രാമിൽ ഒരു Q&A ഇട്ടിട്ടുണ്ടായിരുന്നു. അതിനകത്ത് വന്ന കുറച്ച് ക്വസ്റ്റ്യൻസിന് ആൻസർ ചെയ്യാമെന്ന് കരുതി. പക്ഷെ മോസ്റ്റ്ലി ക്വസ്റ്റ്യൻസ് എനിക്ക് തോന്നുന്നു ഞാൻ എന്താണ് ഏതാണെന്നൊക്കെ അറിയാനുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ്. അതുകൊണ്ടാണ് ഞാൻ ഇൻട്രൊഡ്യൂസ് വീഡിയോ എന്ന് പറയാൻ കാരണം കേട്ടോ. അപ്പോൾ പിന്നെ യൂട്യൂബിലായിക്കോട്ടെ ഞാൻ വ്ളോഗ് ഇട്ട് പോകുന്നല്ലാതെ എന്നെ പറ്റിയിട്ട് ഇന്നൊന്നും എവിടെയും പറഞ്ഞിട്ടില്ല. അപ്പം എനിക്ക് തോന്നി ഇത് റൈറ്റ് ടൈമാണ് പറയാനുള്ളത്, അതുകൊണ്ട് പറയാന്നുള്ളത്. സോ ഫസ്റ്റ് ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ ഇറ്റ്സ് മീ ഹിബ ഇബ്രാഹിം. ഞാൻ ഹിബ ഇബ്രാഹിം ആണ്. എനിക്ക് 21 വയസ്സാണ്. 21 വയസ്സാണെന്ന് പറയുമ്പോൾ ഞാൻ ഭയങ്കര പ്രൗഡോട് കൂട്ടിയാണ് പറയുക. കാരണം ഞാൻ ഡ്രീം ചെയ്ത ഒരുപാട് കാര്യങ്ങൾ ഈ ഒരു ചെറിയ വയസ്സിൽ എനിക്ക് ചെയ്യാൻ പറ്റിയെന്നുള്ളതാണ്. സോ ഐ പ്രൗഡ് മൈ സെൽഫ്. അങ്ങനെ എനിക്ക് ഫീൽ ചെയ്യാറുണ്ട്. അപ്പോൾ അതിനെപ്പറ്റി നമുക്ക് ഈ വ്ളോഗിൽ പിന്നെ പറയാം. പിന്നെ ഇപ്പോൾ ഇനി പറയാനുള്ളതെന്ന് വെച്ചാൽ സ്റ്റഡീസിനെ പറ്റിയിട്ടാണ്. ഞാൻ BSc സൈക്കോളജി ഗ്രാജുവേറ്റഡ് ആണ്. അതുപോലെ തന്നെ MSc അപ്ലൈഡ് സൈക്കോളജിന് ഞാൻ അഡ്മിഷൻ എടുത്തിട്ട് ഇരിക്കുകയാണ്. സൂൺ തന്നെ നമ്മുടെ ക്ലാസ്സും നമുക്ക് സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ ഡെയിലി വ്ളോഗ്സ് ഒക്കെ ഇടും. ഇപ്പോൾ കുറേ പേര് എനിക്ക് Q&A ആയിക്കോട്ടെ, കുറേ അല്ല കുറച്ചൊക്കെ പേര്, അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിലായിക്കോട്ടെ പേഴ്സണലായിട്ട് പറയാറുണ്ട്, നിങ്ങൾ എന്താ ഡെയിലി വ്ളോഗ് ചെയ്യാത്തത്, ഇനി വ്ളോഗ് ഇടുമ്പോൾ തന്നെ ഭയങ്കര ലെങ്ത് കുറവാല്ലോ എന്നൊക്കെ. ഓൾറെഡി നമുക്ക് കണ്ടന്റ് ഇല്ല, അതാണ് ഒന്നാമത്തെ പോയിന്റ്. ബിക്കോസ് കണ്ടന്റ് എന്ന് പറയുമ്പോൾ ഞാൻ ഒന്നാമത്തെ ഒരു കാര്യം എന്താ വെച്ചാൽ, ഈ ഫാമിലീസിനെ ഈ സോഷ്യൽ മീഡിയയിൽ അങ്ങനെ പ്രൊജക്റ്റ് ചെയ്യാൻ താല്പര്യപ്പെടാത്ത ഒരാളാണ്. അതുകൊണ്ട് തന്നെ ഫാമിലി കണ്ടന്റുകൾ എനിക്ക് ഇഷ്ടം പോലെ ഇടാനുണ്ടാവും. പക്ഷെ അതിനെ ഞാൻ വല്ലാണ്ട് അങ്ങോട്ട് ഇടാത്തത് എന്താ വെച്ചാൽ അതെനിക്ക് താല്പര്യമില്ലാത്തതുകൊണ്ടാണ്. എങ്കിലും ഞാൻ എൻ്റെ ഋതുവിനൊക്കെ ആയിട്ടുള്ള, ഋതു ഈസ് മൈ ഹസ്ബൻഡ്, അവരൊക്കെ ആയിട്ടുള്ള വീഡിയോസ് ഒക്കെ ഇടാറുണ്ട്. പക്ഷെ അതും ഞാൻ വളരെ കുറവാണ്. അതായത് യൂട്യൂബിൽ എനിക്ക് ഇടാൻ വലിയ താല്പര്യമില്ല. അതുകൊണ്ടാണ് ഞാൻ ഫാമിലി കണ്ടന്റുകളൊക്കെ ഇടാത്തത്. ഫാമിലി കണ്ടന്റ് ഇടുമ്പോൾ എനിക്ക് ഇഷ്ടം പോലെ വ്ളോഗ് ഇടാനുണ്ടാവും. ഇപ്പം ഞാൻ നിലവിൽ വീട്ടിലിരിക്കുകയാണല്ലോ, അപ്പോൾ പ്രത്യേകിച്ച് കണ്ടന്റുകളൊന്നും എനിക്ക് സ്വന്തമായിട്ടില്ല. അപ്പം ഉണ്ടാകുന്ന സമയത്തൊക്കെ ഞാൻ വ്ളോഗ് ചെയ്യാറുണ്ട്. അപ്പോൾ ഇൻഷാല്ലാ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ എനിക്ക് ഡെയിലി വ്ളോഗ്സ് ഇടാൻ പറ്റും. പിന്നെ കണ്ടന്റുകൾ കൂടുതലുണ്ടാകും. അപ്പോൾ എനിക്കങ്ങനെ അതൊക്കെ കാണിക്കാം. പിന്നെ എനിക്ക് തോന്നുന്നു എനിക്കങ്ങനെ വലിച്ചു വാരി വ്ളോഗ് ഇടുന്നതിനേക്കാൾ എനിക്ക് തോന്നുന്നത് എന്താ വെച്ചാൽ, ഞാൻ ഇടുന്ന വ്ളോഗിൽ എന്തെങ്കിലും ഒന്ന് കാണുന്ന നിങ്ങൾക്ക് ഒരാളാണെങ്കിൽ പോലും ആ ഒരാൾക്ക് എന്തെങ്കിലും യൂസ്ഫുൾ ആവണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ്. അതുകൊണ്ട് തന്നെ ഞാൻ ഇടുന്ന വ്ളോഗ് അങ്ങനെയും കൂടി നോക്കിയിട്ടാണ് ഇടാറ്. അപ്പോൾ ഇൻഷാല്ലാ സൂൺ തന്നെ നമുക്ക് ക്ലാസ്സൊക്കെ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ കുറച്ച് പ്രൊഡക്റ്റീവ് ആയിട്ടുള്ള വ്ളോഗ്സും അല്ലെങ്കിൽ സ്റ്റഡീസ് റിലേറ്റഡ് ആയിട്ടുള്ള വ്ളോഗ്സും അങ്ങനത്തെ ഒരു ഇൻഫോർമേഷൻ തരുന്ന വ്ളോഗ്സൊക്കെ നിങ്ങൾക്ക് ഞാൻ ചെയ്യുന്നതാണ്. അപ്പം അതാണ് അതിനെപ്പറ്റി പറയാനുള്ളത്, അങ്ങനെ ചോദിച്ച ആളുകൾക്ക് പറയാനുള്ളത്. അപ്പോൾ എൻ്റെ പാഷനെ പറ്റി പറയുകയാണെങ്കിൽ അൽഹംദുലില്ലാ ഞാൻ ഒരുപാട് അധികം അള്ളാഹുവിൽ അനുഗ്രഹിക്കപ്പെട്ട ഒരാളാണ്. കാരണം അത്രയും ഇഷ്ടപ്പെട്ടുകൊണ്ട് ചെയ്യുന്ന ഒരു കാര്യമാണ് മോട്ടിവേഷൻ എന്നുള്ളത്. കാരണം അതൊന്നാമത്തെ കാര്യം എന്താ വെച്ചാൽ, എൻ്റെ മുതിർന്ന ആൾക്കാർക്കും എൻ്റെ താഴെ ഉള്ള ആൾക്കാർക്കും ഒരേപോലെ ഇൻസ്പയർ ആക്കാൻ അല്ലെങ്കിൽ ഉപകാരപ്പെടുത്താൻ, യൂസ്ഫുൾ ആക്കാൻ എനിക്ക് ഈ ഒരു വയസ്സിൽ പറ്റിയിട്ടുണ്ട്. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, 21 വയസ്സിൽ എനിക്ക് ഒരുപാട് കാര്യങ്ങൾ ഡ്രീംസ് ഒക്കെ അച്ചീവ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. ഒരു സമയത്ത് ഞാൻ സ്വപ്നം കണ്ടൊരു കാര്യമാണ്, എന്നെക്കാൾ മുതിർന്നവരായിക്കോട്ടെ എന്നെക്കാൾ താഴ്ന്നവരായിക്കോട്ടെ, ഐ മീൻ വയസ്സുകൊണ്ട് കേട്ടോ, അത്രയും പ്രായത്തിൽ വ്യത്യസ്തമുള്ള ആൾക്കാരായിക്കോട്ടെ, പക്ഷെ എനിക്ക് അവർക്കൊരു ഉപകാരമുള്ള എന്തെങ്കിലും ചെയ്യാൻ പറ്റണം, അവർക്ക് ഒരു ഇൻഫോർമേഷൻ പാസ് ചെയ്യണം എന്നുള്ളത്. അതേപോലെ തന്നെ കുറേ ആൾക്കാരിങ്ങനെ ഇരിക്കണം, അവരെ മുന്നിൽ നിന്നിട്ട് ഞാൻ ഇങ്ങനെ പ്രസംഗിക്കണം, അവർക്ക് ഉപകാരപ്പെട്ട കാര്യങ്ങൾ എനിക്ക് പാസ് ചെയ്യാൻ പറ്റണം എന്നുള്ളതൊക്കെ ഒരു സമയത്ത് ഞാൻ ഡ്രീം ചെയ്ത ഒരു പെൺകുട്ടിയാണ് ഞാൻ. പക്ഷെ അൽഹംദുലില്ലാ എനിക്ക് ഒരുപാട് ആൾക്കാർക്ക് അങ്ങനെ കൊടുക്കാൻ പറ്റിയിട്ടുണ്ട്, ക്ലാസ് തീർക്കാൻ പറ്റിയിട്ടുണ്ട്. അത് തന്നെയാണ് എൻ്റെ ഏറ്റവും വലിയ ബ്ലെസ്സിങ് എന്ന് പറയുന്നത്. പഠിച്ചു തന്ന ഏറ്റവും വലിയൊരു ഗിഫ്റ്റ് എന്ന് പറയുന്നത്. അതിനെ സപ്പോർട്ട് ചെയ്ത എൻ്റെ പാരൻസ്, എസ്പെഷ്യലി എൻ്റെ ബ്രദേഴ്സ്, അതേപോലെ തന്നെ ഇപ്പോൾ എൻ്റെ ഹസ്ബൻഡിൻ്റെ ഫാമിലിയൊക്കെ. സോ അതിലൊക്കെ ഞാൻ വലിയ ഗ്രേറ്റ്ഫുൾ ആണ്. അപ്പോൾ അതാണ് എൻ്റെ പാഷനെ പറ്റി പറയാനുള്ളത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താ വെച്ചാൽ, ഞാൻ എവിടെയാണ് താമസിക്കുന്നത് എന്നുള്ളതാണ്. നിലവിൽ ഇപ്പോൾ ഞാൻ മലപ്പുറം വേങ്ങരയിലാണ് താമസിക്കുന്നത്. ദിസ് ഇസ് മൈ ഹസ്ബൻഡ് ഹൗസ്. എൻ്റെ സ്വന്തം സ്ഥലം വരുന്നത് മലപ്പുറം എടപ്പാൾ ഭാഗത്താണ്. അവിടെ ആണ് എൻ്റെ സ്വന്തം സ്ഥലം എന്നുള്ളത്. ഇപ്പോൾ പക്ഷേ ഞാൻ ഇവിടെ ഉള്ളത് ഹസ്ബൻഡ് വീട്ടിലാണ്.
അപ്പം അങ്ങനെയാണ് സ്ഥലത്തെ പറ്റിയിട്ട്. ഇനി എൻ്റെ ഫാമിലിയെ പറ്റി ചോദിക്കുന്നുണ്ട്. ഞാൻ വല്ലാതെ പേഴ്സണലായിട്ട് പോകുന്നില്ല. എൻ്റെ ഫാമിലിയായിട്ട് ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോവാം. എൻ്റെ സ്വന്തം വീട്ടിൽ ഉപ്പ, ഉമ്മ, 2 ബ്രദേഴ്സ്, ഏറ്റവും ചെറിയൊരു പെങ്ങളാണ് ഞാൻ. മൂത്ത ബ്രദറിൻ്റെ വൈഫ്, ചെറിയൊരു കുഞ്ഞു മോനുണ്ട്, അതേപോലെ തന്നെ ഋതു ഉണ്ട്. അങ്ങനെ നമ്മളൊരു ഫാമിലി അങ്ങനെയാണ്. ആ സൈഡ് ഫാമിലി, അതായത് എൻ്റെ സൈഡ് ഫാമിലി അങ്ങനെയാണ്. ഇനി ഋതുവിൻ്റെ സൈഡിലേക്ക് വരികയാണെങ്കിൽ ഉപ്പ, ഉമ്മ, 2 ബ്രദേഴ്സ്, 2 അനിയന്മാരാണ്. ഇതൊക്കെയാണ് 2 സൈഡിലെ ഫാമിലീസ്. അപ്പം ഇത്രയൊക്കെയാണ് എനിക്ക് ഫാമിലിയെ പറ്റി പറയാനുള്ളൂ. ആൻഡ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്നുള്ളത് കുറേ അധികം പേര് ചോദിച്ചൊരു ക്വസ്റ്റ്യനും കൂടി ആട്ടോ. അതായത് ഞാനും ഋതു എങ്ങനെയാണ് കണ്ടത്, ഞങ്ങൾ തമ്മിൽ ലവ് മാരേജ് ആണോ അറേഞ്ച് മാരേജ് ആണോ എന്നുള്ളതൊക്കെ എൻ്റെ കല്യാണം കഴിഞ്ഞ് അന്ന് മുതൽ വരുന്ന ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ എനിക്കതിന് ആൻസർ ചെയ്യണമെന്ന് തോന്നുന്നു. ഓക്കെ, അപ്പം അറേഞ്ച് മാരേജ്, ലവ് മാരേജ്, ഇതിലല്ല കാര്യം. അത് സക്സസ്ഫുള്ളി ഫെയിൽ ആവുന്ന ആൾക്കാരുണ്ട്, എന്നാൽ സക്സസ്ഫുള്ളി അത് വിജയിക്കുന്ന ആൾക്കാരുണ്ട് കേട്ടോ. അപ്പം നമ്മൾ എങ്ങനെ ജീവിച്ചു പോകുന്നു അതിലാണ് കാര്യം. നമ്മൾ ആ ജീവിതത്തിൽ സന്തോഷമുള്ളവരാണോ, അല്ലെങ്കിൽ നമ്മൾ സങ്കടമുള്ളവരാണോ, നമ്മൾ എങ്ങനെയാണ് അത് കൊണ്ടുപോകുന്നു അതിലാണ് കാര്യം. അല്ലാതെ ലവ് മാരേജ് അറേഞ്ച് മാരേജിലുള്ള കാര്യം. ഏറ്റവും കൂടുതൽ ബെസ്റ്റായി പോവുക അങ്ങനെയില്ല. കാരണം അറേഞ്ച് മാരേജ് ചെയ്ത ആൾക്കാർ എത്രയോ ആൾക്കാർ ബെസ്റ്റായി പോകുന്നുണ്ട്, എന്നാൽ ലവ് മാരേജ് ചെയ്ത ആൾക്കാർ എത്ര ആൾക്കാർ ബെസ്റ്റായി പോകുന്നുണ്ട്. അപ്പം അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വേണോ വെച്ച് കഴിഞ്ഞാൽ വേണ്ടെന്ന് ഞാൻ പറയുള്ളൂ. അപ്പം എൻ്റെ ഒരു കേസിലേക്ക് വരികയാണെങ്കിൽ ലവ് മാരേജ് ആണോ അറേഞ്ച് മാരേജ് ആണോ വെച്ചാൽ എനിക്ക് ആൻസർ ചെയ്യാൻ കഴിയൂല. ബിക്കോസ് ഞങ്ങൾ രണ്ടും മിക്സ് ആയിട്ടുള്ളൊരു കാര്യമാണ്. റൈറ്റ്, എൻ്റെ ഒരു കേസിൽ പറയുകയാണെങ്കിൽ റൈറ്റ് ടൈം വന്നപ്പോൾ റൈറ്റ് പേഴ്സൺ എൻ്റെ ലൈഫിലേക്ക് വന്നു, എന്നെ പ്രപ്പോസ് ചെയ്തു. നേരെ ഞാൻ എൻ്റെ വീട്ടുകാരോട് സംസാരിച്ചു. അവർ അപ്പോൾ തന്നെ അതിനെപ്പറ്റി അന്വേഷിച്ചു, ഡിസ്കസ് ചെയ്തു. ബെസ്റ്റാണെന്ന് തോന്നിയപ്പോൾ അവരതിനെ പ്രൊസീഡ് ചെയ്തു. എൻഗേജ്മെന്റ് കഴിഞ്ഞു. അവിടുന്ന് 6 മാസം കഴിയുമ്പോഴത്തേക്കും എന്താ പറയുക, നമ്മുടെ കല്യാണം കഴിഞ്ഞു. അൽഹംദുലില്ലാ. അവിടുന്ന് ഇപ്പോൾ 5 മാസം ആവാൻ പോകുന്നു. ഇതുവരെ എനിക്കത് വലിയൊരു അനുഗ്രഹമായിട്ട് ഫീൽ ചെയ്തിട്ടുള്ളൂ. അതൊന്നും നിലനിന്ന് പോട്ടെ, അൽഹംദുലില്ലാ. അപ്പം അതാണ് നമ്മളൊരു കേസിൽ പറയാനുള്ളത്. പിന്നെ പറയാനുള്ളത് വെച്ചാൽ എൻ്റെ ജോലിയെ പറ്റി ചോദിച്ചിട്ടുണ്ട്. എനിക്ക് നിലവിൽ ജോലി ഉണ്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഉണ്ട്. എനിക്ക് സ്വന്തമായിട്ട് തന്നെ ഒരു ബ്രാൻഡ് ഉണ്ട്. സ്കൈ ഓഫ് സക്സസ് എന്നുള്ള ഒരു ബ്രാൻഡാണ്. ഞാൻ സ്വന്തമായിട്ട് തുടങ്ങി വെച്ചൊരു ബ്രാൻഡാണ്. അതൊരു ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, മറ്റുള്ള മനുഷ്യന്മാർക്ക് മരുന്നാവാൻ പറ്റിയെന്നുള്ളത് അത് ഇതിലൂടെയാണ്. കാരണം ഒരുപാട് പേർക്ക് ക്ലാസ്സുകൾ കൊടുത്ത് അവരെ വിഷമങ്ങൾക്ക്, അവരെ ഇടങ്ങേറുകൾക്ക്, അവരെ എന്താ പറയുക, ഏറ്റവും സങ്കടമായിട്ടുള്ള കാര്യങ്ങൾക്കൊക്കെ ഒരു ഹീലിംഗ് കൊടുക്കാൻ എനിക്ക് പറ്റിയിട്ടുണ്ട്. ഞങ്ങളുടെ ക്ലാസ്സുകൾ എടുത്തു കൊടുക്കാറുണ്ട്. മോട്ടിവേഷൻ ക്ലാസ്സുകൾ പേഴ്സണലായിട്ടും ഗ്രൂപ്പായിട്ടും ഒക്കെ എടുത്തു കൊടുത്തിട്ടുണ്ട്. 100-ലധികം ആളുകൾക്ക് ഇന്ന് അൽഹംദുലില്ലാ എനിക്ക് ക്ലാസ് എടുത്തെടുക്കാൻ പറ്റിയിട്ടുണ്ട്. അതുപോലെ തന്നെ എൻ്റെ 2 സുഹൃത്തുക്കളെ എനിക്കതിൽ പാർട്ട്ണറാക്കാൻ പറ്റിയിട്ടുണ്ട്. അവർക്ക് വളരെ ചെറിയ ഇൻകം എനിക്ക് കൊടുക്കാൻ പറ്റിയിട്ടുണ്ട്. സോ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, 21 വയസ്സിൽ എനിക്ക് എൻ്റെ ഡ്രീംസ് ഒക്കെ ഒരുപാട് അച്ചീവ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അതിലൊരു ഡ്രീമാണ് സ്വന്തമായിട്ട് എന്തെങ്കിലും സ്റ്റാർട്ട് ചെയ്യുക, അതിൽ വരുമാനം ഉണ്ടാക്കുക, എൻ്റെ ഫാമിലിയെ സഹായിക്കുക, എൻ്റെ വേണ്ടപ്പെട്ട എൻ്റെ സുഹൃത്തുക്കളെ, എൻ്റെ വേണ്ടപ്പെട്ട ബന്ധങ്ങളെ സഹായിക്കുക എന്നുള്ളത് അതെനിക്കിന്ന് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. ബിക്കോസ് നമ്മൾ 3 പേരും കോളേജിൽ പഠിക്കുന്ന സമയത്ത് എന്ത് ആവണം അല്ലെങ്കിൽ എന്ത് ചെയ്യണം എന്നുള്ളത് ഒരു ഐഡിയ ഇല്ലാതെ മുന്നോട്ട് പോകുന്ന സമയത്താണ് പെട്ടെന്ന് ഉദിച്ചൊരു ഐഡിയ ആണ് സ്കൈ സെക്സ് എന്നുള്ള ഒരു ബ്രാൻഡ്. കാരണം ഇനിയുള്ള കാലത്ത് ആളുകൾക്ക് ഹീൽ ആവണം എന്നുണ്ടെങ്കിൽ ഒരാളുടെ ഹെൽപ്പ് വേണം എന്ന് തോന്നി എനിക്ക്. കാരണം വിഷമങ്ങൾ വരുമ്പോൾ, സങ്കടങ്ങൾ വരുമ്പോൾ ഒന്ന് ലിസൺ ചെയ്യാൻ, അല്ലെങ്കിൽ ഒന്ന് ആശ്വസിപ്പിക്കാൻ ഒരു ആളുണ്ടാവുക എന്നുള്ളത് വലിയൊരു കാര്യമാണ്. അങ്ങനെ ആളുകളില്ലാത്ത ആളുകൾ നമ്മളെടുത്ത് വരും, നമ്മളോട് സംസാരിക്കും. അവർക്ക് ബെസ്റ്റായിട്ടുള്ള കാര്യങ്ങൾ നമ്മളെ കൊണ്ട് കൊടുക്കാൻ പറ്റും. അതേപോലെ തന്നെ ഒരുപാട് സ്റ്റുഡൻസിന് അവരുടെ ലൈഫിൽ കോൺഫിഡൻസ് നമുക്ക് ബൂസ്റ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. അതേപോലെ തന്നെ റിലീജിയൻ ബേസിൽ നോക്കുകയാണെങ്കിൽ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് കൊടുക്കാൻ പറ്റിയിട്ടുണ്ട്. അതേപോലെ തന്നെ നമ്മൾ ക്യാമ്പ് എന്ന രൂപേണ നമുക്കൊരു ക്യാമ്പ് തുടങ്ങാൻ പറ്റിയിട്ടുണ്ട്. സ്ത്രീകൾക്ക് മാത്രമായിട്ട് ഒരു ഫ്രീ ടൈം, അല്ലെങ്കിൽ ഒരു ഫ്രീ ഡേ, അല്ലെങ്കിൽ ഒരു ചെറിയൊരു ഔട്ടിങ് നമുക്ക് കൊടുക്കാൻ പറ്റിയിട്ടുണ്ട്. അവരൊരു ഈ ഫാമിലി, അതായത് ഹൗസ് വൈഫ് എന്ന ആ ഒരു ഇതിൽ നിന്ന് ഒന്ന് പുറത്തേക്ക് കുറച്ച് സ്ത്രീകളുമായിട്ടുള്ള യാത്രയൊക്കെ നമുക്ക് കൊടുക്കാൻ പറ്റിയിട്ടുണ്ട്. അതും വലിയൊരു കാര്യമാണ്. അപ്പം അതൊക്കെയാണ് ആ ഒരു ജോലിയെ പറ്റി എനിക്ക് പറയാനുള്ളത്. പിന്നെ എൻ്റെ ഫ്രണ്ട്ഷിപ്പിനെ പറ്റി പറയുകയാണെങ്കിൽ എനിക്ക് കുറച്ചധികം ഫ്രണ്ട്സൊക്കെ ഉണ്ട്. പക്ഷെ എൻ്റെ ലൈഫിൽ ഫ്രണ്ട്സ് എന്നതിൽ ഞാൻ ഒരുപാട് പഠിച്ചിട്ടുള്ള ഒരാളാണ്. കാരണം ആരൊക്കെ എൻ്റെ ലൈഫിൽ കൂട്ടണം എന്നും ആരൊക്കെ കൂട്ടാൻ പാടില്ല എന്നുള്ളതും ഞാൻ പല ബന്ധങ്ങളിൽ നിന്നും ഞാൻ പഠിച്ചിട്ടുണ്ട്. സോ എനിക്ക് ഫ്രണ്ട്സ് എന്ന് പറയാൻ ഒരുപാടധികം പേരൊന്നുമില്ല, കയ്യിലുണ്ടാവുന്ന കുറച്ച് പേരുണ്ട്. അതിലത്തെ ഒരു രണ്ട് പേരെയാണ് ഞാൻ എൻ്റെ
ബ്രാൻഡിൽ പാർട്ട്ണർ ആക്കിയിട്ടുള്ളത്. അപ്പം ദാറ്റ്സ് ഓൾ. ഇത്രയൊക്കെ തന്നെ ഉള്ളൂ എൻ്റെ ഒരു സെൽഫ് ഇൻട്രൊഡ്യൂസ് വീഡിയോ അല്ലെങ്കിൽ എൻ്റെ ഒരു Q&A എന്നുള്ളത്. പിന്നെ വെരി പേഴ്സണൽ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ വന്നിട്ടുണ്ട് കേട്ടോ. അതിനൊന്നൊക്കെ ആൻസർ ചെയ്യാൻ ഞാൻ താല്പര്യപ്പെടുന്നില്ല. ബിക്കോസ് നമ്മൾ വെരി പേഴ്സണൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ സോഷ്യൽ മീഡിയയിലൊക്കെ വന്ന് ഡിസ്കസ് ചെയ്യുക എന്നുള്ളത് എനിക്ക് പേഴ്സണലായിട്ട് താല്പര്യമില്ലാത്ത ഒരാളാണ്. അതിന് ഞാൻ ഭയങ്കരമായിട്ട് എന്താ പറയുക ഒഴിവാക്കുന്ന അല്ലെങ്കിൽ അവോയ്ഡ് ചെയ്യുന്നൊരു കാര്യം കൂടിയാണ് കേട്ടോ. അപ്പം പേഴ്സണലായിട്ട് ക്വസ്റ്റ്യൻസ് ഒക്കെ അത് അവിടെ തന്നെ കിടക്കട്ടെ, അതിന് നമ്മൾ ആൻസർ ചെയ്യൂല. അപ്പം ഇത്ര തന്നെ ഉള്ളൂ എൻ്റെ ഒരു വീഡിയോ എന്നുള്ളത്. ഇനിയും നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ക്വസ്റ്റ്യൻസ് ചോദിക്കണമെന്നുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്തോളൂ, നമുക്ക് ആൻസർ ചെയ്യാം വരും വ്ളോഗിലൊക്കെ. അതേപോലെ തന്നെ നിങ്ങൾക്ക് താല്പര്യമുള്ള വ്ളോഗ്, എന്നിൽ നിന്ന് ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ എന്നിൽ നിന്ന് എക്സ്പെക്ട് ചെയ്യുന്ന വ്ളോഗ്സ് എന്തൊക്കെയാന്നുള്ളത് ജസ്റ്റ് താഴെ ഒന്ന് കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ അതുപോലെ അതിനെ കൂടെ പറ്റുന്ന പോലെ എൻ്റെ ബെസ്റ്റ് ഞാൻ കാണിക്കും. ഫസ്റ്റ് പറഞ്ഞ പോലെ തന്നെ ഐ വിൽ ട്രൈ മൈ ബെസ്റ്റ് ഇൻഷാ അല്ലാഹ്. അപ്പോൾ എൻ്റെ വ്ളോഗ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ, നിങ്ങളിൽ ആരെങ്കിലും ഒരാൾക്ക് അത് ഇൻസ്പയർ ആവുന്നുണ്ടെങ്കിൽ, ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, അതേപോലെ തന്നെ സപ്പോർട്ട് ചെയ്യുക ഇൻഷാ അല്ലാഹ്.